എ.കെ. ഷാനിബ്, നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള നിലപാട് ഞാൻ ചോദിക്കുന്നത്, അഴിമതി ആരോപണം പോലുള്ള സംഗതികൾ നിങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിനപ്പുറം വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാനുള്ള തീരുമാനം എടുക്കാൻ പാടില്ല, അത് വലിയ സാമൂഹികമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്ന ഒരു അപ്രോച്ച് നിങ്ങൾക്കുണ്ടോ? മറ്റേത് രണ്ടാമത് പറയാം, ഇത് ഞാൻ ചോദിക്കുകയാണ്, സാമൂഹിക അപകടം ഉണ്ടാക്കും, ഇത് പാടില്ല, അത് മദ്യവ്യാപനത്തിന് കാരണമാകും എന്നൊരു അഭിപ്രായം CPM-നുണ്ടോ? ഇന്ന് ബഹുമാനനായ ശ്രീ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായി വ്യക്തമാക്കിയ ഒരു കാര്യം, മദ്യവ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ മുൻനിർത്തിയല്ല ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കേണ്ടതാണ്, ആ വിഷയത്തെക്കുറിച്ചുള്ള പഠനങ്ങളും നടക്കേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം, ഈ സർക്കാർ ഏത് ഘട്ടത്തിലാണ്, ഈ മുന്നണി UDF സർക്കാർ ഏത് ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി അധികാരത്തിലെത്തിയത്? അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? PM ശ്രീ, SIR, വെള്ളാപ്പള്ളി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തി അധികാരത്തിൽ വന്ന UDF സർക്കാർ അവർ പറഞ്ഞ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് പൊന്നാട അണിയിക്കുന്നു, PM ശ്രീ വിഷയത്തിൽ അവർ ഒളിച്ചു കളിക്കുന്നു, കടലിൽ എറിയും എന്ന് പറഞ്ഞാൽ അയാളുടെ വീര്യം ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് സ്വയം പറയുന്നു. അങ്ങനെ പറഞ്ഞതൊക്കെയും വിഴുങ്ങുന്ന, പറഞ്ഞതിനെല്ലാം വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി ശ്രീ VD സതീശൻ സർക്കാർ കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ്. ബഹുമാന്യായ ഒരു മന്ത്രി പറഞ്ഞത്, എൻ്റെ വീര്യം ഉന്നതത്തിൽ നിന്നിൻ്റെ വീര്യം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഓരോ ദിവസവും വീര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട്